ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഫുഡ് കഴിച്ചിട്ട് തുടങ്ങുന്നത് നല്ലതാണ്. 2026 ഫസ്റ്റ് ട്രിപ്പാണിത്. ഞങ്ങളിപ്പോൾ പോകുന്നത് ബ്രഹ്മത്താൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഉത്തരാഖണ്ഡിൽ ഒരു വിൻ്റർ ട്രക്കാണ്. കാലിക്കറ്റ് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ പ്ലാന് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ആദ്യം നിസാമുദ്ദീനിൽ പോയി ഇറങ്ങിയിട്ട് ഒരു പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആഗ്ര വരുന്നു. ആഗ്ര വന്നിട്ട് താജ്മഹലൊക്കെ കണ്ടിട്ട് നേരെ അവിടെ നിന്ന് ഋഷികേശിലോട്ട് പോകാനാണ് പ്ലാന്. ചിലപ്പം പ്ലാനൊന്ന് മാറും, സിറ്റുവേഷൻ അനുസരിച്ച് പ്ലാൻ മാറ്റുക എന്നുള്ളതാണല്ലോ ഒരു ട്രാവലറുടെ ഒരു കഴിവ്. ചിലപ്പോൾ പ്ലാനൊന്നും മാറും, വലിയ പ്ലാന് മാറ്റമൊന്നുമില്ല. നേരെ മധുരയിൽ ഇറങ്ങും, മധുരയിൽ ഇറങ്ങിയിട്ട് ആദ്യം താജ്മഹൽ കാണും. ശരിക്കും അതാണ് പെർഫെക്റ്റ് പ്ലാന്. ആദ്യം പ്ലാൻ ചെയ്തിട്ട് കുറച്ചൊന്ന് മാറിയതാണ്. അപ്പം മധുരയിൽ ഇറങ്ങിയിട്ട് നേരെ താജ്മഹൽ കാണുന്നു. താജ്മഹൽ കണ്ടിട്ട് അവിടെ നിന്ന് ഡൽഹി പോയിട്ട് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഋഷികേശിൽ പോകുന്നു. ഋഷികേശിൽ നിന്ന് 1-ാം തീയതി, അതായത് ഫെബ്രുവരി 1-ാം തീയതിയാണ് നിലവിൽ പ്ലാൻ ചെയ്തത്. മേ ബി വേറൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ, അവർ കുറച്ച് ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ട്രക്കിങ്ങിൽ. അതിനാണെങ്കിൽ 2-ാം തീയതിയിലോട്ട് മാറും ട്രക്കിങ്. എന്നിട്ട് നേരെ അവിടുന്ന് ഋഷികേശിൽ നിന്ന് ഏകദേശം ഒരു 7-8 മണിക്കൂറുണ്ട് നമ്മുടെ ബേസ് പോയിന്റിലോട്ട്. അതായത് അവിടെയാണ് ഹോം സ്റ്റേ ഒക്കെ വരുന്നത്. അവിടുന്ന് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ വ്ളോഗിൽ ഏകദേശം വരെ ബ്രഹ്മത്താൾ ട്രക്കിനെ കുറിച്ചും അവിടേക്ക് എങ്ങനെ എത്താന്നുള്ളതിനെ കുറിച്ചും പിന്നെ വിൻ്ററിൽ ഉപയോഗിക്കേണ്ട ഡ്രസ്സുകൾ ഏതാണെന്നുള്ളതും. അവിടെ ഏകദേശം -10 ഒക്കെയാണ് വെതർ കാണിക്കുന്നത്. മേ ബി കുറയാൻ കൂടാം. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമ്മൾ ഡ്രസ്സ് ക്യാരി ചെയ്യണം, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ വ്ളോഗിൽ പറയും. അപ്പം എല്ലാവരും ഇങ്ങനത്തെ ട്രക്കിംഗ് വ്ളോഗിലും ട്രാവൽ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്ന ഇത് കാണുക. എന്നോട് കഴിയുന്ന മാക്സിമം ഇൻഫോർമേഷൻസ് ഞാൻ തരാം. പിന്നെ ആർക്കെങ്കിലും ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിലൊക്കെ വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഉത്തരാഖണ്ഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് ഈ 2 രീതിയിൽ നമുക്ക് ഉത്തരാഖണ്ഡിലെത്താം. ബൈ ട്രെയിനാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരെ ഋഷികേശിലേക്ക് കേരളത്തിൽ ട്രെയിൻ ഉണ്ട്. ട്രിവാൻഡ്രം ടു ഋഷികേശ് ട്രെയിൻ ഉണ്ട്. അതെല്ലാം ഫ്രൈഡേ മാത്രമുള്ളത്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് നേരെ ഡൽഹിയിലേക്ക് വരാം. ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് ഡൽഹിയിൽ പർച്ചേസ് ഉണ്ടെങ്കിൽ ഡൽഹി ആഗ്രയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നേരെ ഡെറാഡൂണിലേക്കോ ഋഷികേശിലേക്കോ ട്രെയിൻ കയറാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 1-2 ദിവസങ്ങൾ എക്സ്ട്രാ കാണേണ്ടി വരും ഡൽഹിയൊക്കെ ഇറങ്ങാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഋഷികേശ് ആൻഡ് ഡെറാഡൂണിലേക്ക് ട്രെയിൻ കിട്ടും. അവിടെ നിന്നാണ് കൂടുതൽ ട്രെക്കിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രഹ്മത്താലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഋഷികേശിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കേദാർനാഥൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെറാഡൂണിലാണ് നിങ്ങൾ എത്തേണ്ടത്. അങ്ങനെ ട്രെയിനിലെ ഈവനിങ്ങിലെ സൺസെറ്റ് കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു, എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. രാത്രി നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് തന്നെ ജമ്മു എന്നുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ കേരള വിസിറ്റ് ചെയ്ത് കേരളം, മൂന്നാർ, ആലപ്പുഴ ഒക്കെ പോയി അവർ റിട്ടേൺ നാട്ടിലോട്ട് പോകുന്ന ടീമായിരുന്നു. അപ്പോൾ അവരെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടു. അവരെ ഹിന്ദി ലാംഗ്വേജിൽ കേട്ടോ, അവർ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ടീച്ചേഴ്സ് വന്നു, സംസാരിച്ചു. അവർക്ക് കേരളം ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പും ഇവിടുത്തെ ആളുകളെയും ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അവർ. രാത്രിയിൽ അത്യാവശ്യം ബഹളവും പാട്ടൊക്കെ ആയി കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത് ഞങ്ങൾ. പിന്നെ മോർണിംഗ് നല്ല ഫോഗി ആയിട്ട് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ട ജംഗ്ഷന് കുറച്ച് മുന്നേ എത്തിയപ്പോൾ തന്നെ മോർണിംഗ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല ഫോഗി ക്ലൈമറ്റിലോട്ട് മാറി, വെതർ മാറി. അങ്ങനെ ഞങ്ങള് പ്ലാനിന് ജസ്റ്റ് ഒന്ന് മാറ്റി നിസാമുദ്ദീനിൽ ഇറങ്ങേണ്ടത് ഞങ്ങള് ഇപ്പം മധുര ജംഗ്ഷനിലാണ് ഇറങ്ങിയത്. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് താജ്മഹലും ആഗ്ര ഫോർട്ടും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നേരെ ഒരു റൂം എടുക്കണം. അപ്പോൾ റൂം നിയർ ബൈ തന്നെ നോക്കുന്നത് നമ്മൾ ഏകദേശം ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള റൂം ബൈ വാക്ക് താജ്മഹൽ കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് നമ്മളത്. ദെൻ താജ്മഹലൊക്കെ കണ്ടിട്ട് നേരെ ഡൽഹി പോകണം, പർച്ചേസ് ചെയ്യണം. ഡൽഹി കുറച്ച് പ്ലേസസ് ഒന്ന് കാണണം. പറ്റുകയാണെങ്കിൽ നിസാമുദ്ദീൻ ദർഗയിലൊന്ന് പോകണം. അവിടുത്തെ സൂഫി സോങ്സ് ഒക്കെ ഒന്ന് കുറേ കാലമായിട്ട് എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുന്നത്, ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം ഇനി ആഗ്രയിലെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ മധുര ജംഗ്ഷനിൽ ഇറങ്ങി ഞങ്ങൾ അടുത്ത ട്രെയിനിൽ ആഗ്ര പോകാനുണ്ടോ പ്ലാന്. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഓട്ടോക്കാരും ടാക്സിക്കാരും ഭയ്യ മന്ത്രമേ ജയ എന്ന് പറഞ്ഞ് വരും. 20 ഉറുപ്പ്യ ഉള്ളൂ, 30 ഉറുപ്പ്യ, 40 ഉറുപ്പ്യ ഉള്ളൂ, എല്ലായിടത്തും ഉണ്ട് അത്. പിന്നെ മധുരയിൽ നിന്ന് ഞങ്ങൾ നേരെ ആഗ്ര കാണിലെത്തിട്ടോ റെയിൽവേ. അങ്ങനെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി നേരെ പോകുന്നത് റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആഗ്ര 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തത്. അവിടെ നിന്ന് തന്നെ ജസ്റ്റ് റൈറ്റിലോട്ട് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും,
ബസ് കിട്ടുമെന്ന് അറിയില്ല, ട്രെയിൻ കിട്ടും, ട്രെയിനല്ല ഓട്ടോ കിട്ടും. പോയി നോക്കട്ടെ. ഇവിടെ തന്നെ പല ആളുകളും നമ്മളെ ഓട്ടോ വേണോ ടാക്സി വേണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ആള് വന്നിട്ട് ഓട്ടോ വേണോന്ന് ചോദിക്കുന്നുണ്ട്. ഇവന്മാര് ഫുൾ വട്ടം കൂടിയിട്ട് ഓട്ടോക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും 160, 200 ഞാൻ പറഞ്ഞ് ഞാനൊരു 6 കിലോമീറ്ററിന് 60 പോട്ടെ അരിച്ചിട്ട് 60 മേൽ പിടിച്ച്. എമ്മാതിരി പിടുത്താറ് ഇവന്മാര് ഓട്ടോക്കാര്. നമ്മൾ ഇറങ്ങി നമ്മളെ ഏതോ സൽക്കാരത്തിനെ കൊണ്ടുപോകണ അറിയാം. സാറ് ജാവോ മേരെ ഓട്ടോ വെയിറ്റ് കർക്ക് മേരെ ഓട്ടോ വെയിറ്റ് കർക്ക് ജാവോ ഏതാ ടീം ഒരു ബാർഗൻ ചെയ്തില്ലെങ്കിലും പെടും, അത്ര തന്നെ. അതിന് യൂബർ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. യൂബറിൽ ബസ് സ്റ്റൈലിലൊക്കെ ചിലപ്പോൾ കിട്ടും, അത് നോക്കിയാൽ മതി. പിന്നെ ഓട്ടോ കിട്ടിട്ടോ, അവസാനം ഓട്ടോ കിട്ടി. भाई नाम क्या है? नाम क्या है? मोहम्मद आरिफ. ओके, अस्सलाम वालेकुम. वालेकुम सलाम ഓക്കെ. അങ്ങനെ ആരിഫ് ഭായിന്റെ ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. ഈ ഓട്ടോക്കാർക്കൊക്കെ ഫ്രൈഡേ ഇവിടെ ഓട്ടം കുറവാട്ടോ. ബാക്കിയുള്ള ഡേയ്സിലൊക്കെ ഇവർ ഒരു 1000 മുതൽ 2000, 2500 വരെയൊക്കെ കിട്ടുന്ന ഡേയ്സ് ഉണ്ട്. ചിലത് ഇവർക്ക് ഫുള്ളായിട്ട് ട്രിപ്പ് എടുക്കുമല്ലോ, അതായത് ഇവിടുത്തെ മെയിൻ പ്ലേസസൊക്കെ ഗസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രിപ്പ് എടുക്കും. അല്ലാത്ത ഡേയ്സിൽ ഇവർ ഇങ്ങനത്തെ റെയിൽവേ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ഹോട്ടൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഇതൊക്കെ എടുക്കാറുണ്ട്. പിന്നെ എന്തെടുക്കുകയാണെങ്കിൽ നല്ലോണം ബാർഗൈൻ ചെയ്യണം, നല്ല ബെസ്റ്റ് റൈറ്റിന് കിട്ടും. ഞാൻ വീഡിയോയിൽ ആളെ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ആളെ വിളിച്ച് കഴിഞ്ഞാൽ ആൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് 150-200 ആയിരുന്നു. യൂബറിൽ ഞാൻ ചെക്ക് ചെയ്തപ്പം ഏകദേശം 105 രൂപയാണ് ഓട്ടോക്ക് വരുന്നത്. ആളോട് സംസാരിച്ച് ഏകദേശം ഒരു 60 രൂപക്കാണ് ഞാൻ അത് ക്ലോസ് ചെയ്തത്. നിങ്ങൾ ആഗ്രഹമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതിപ്പം കേരളം വിട്ട് കഴിഞ്ഞ് പുറത്ത് എവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പം ഈ പ്രീപെയ്ഡ് ടാക്സിക്ക് അവിടെ ഒരു കമ്മീഷൻ പോകുന്നുണ്ട്. ഇവർ പറഞ്ഞത് അങ്ങനെയാണ്, പ്രീപെയ്ഡ് ടാക്സിക്ക് ഒരു കമ്മീഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ കുറച്ച് പൈസ കൂടുതലാണെന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞത്. അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ നേരെ പുറത്ത് ഇറങ്ങിയിട്ട് പുറത്തു നിന്നാണ് ഓട്ടോ വിളിച്ചത്. ഉള്ളിൽ ആദ്യം 200 പറഞ്ഞു, അത് 150 പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞത് 100 പറഞ്ഞു. ഞാൻ സംസാരിച്ചൊരു 60 ആ റേഞ്ചിലാണ് നിലവിൽ ഓട്ടോ ചാർജ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു 6 കിലോമീറ്റർ 6.5 കിലോമീറ്ററാണ് എനിക്ക് പോകാനുള്ളത് എൻ്റെ ഹോട്ടലിലോട്ട്. മാക്സിമം ഇവിടെ വരുന്ന ടൈമിൽ ബാർഗൈൻ ചെയ്തിട്ട് വേണം. എന്ത് സാധനം എടുക്കുകയാണെങ്കിലും ഓട്ടോയിൽ കയറുകയാണെങ്കിലും എന്തിലാണെന്നുണ്ടെങ്കിലും ഫുഡിനും മെഡിക്കലിനും പിന്നെ മാത്രമേ ബാർഗനിങ് ഇല്ലാത്തുള്ളൂ. ബാക്കി എന്തിനും ബാർഗനിങ് ഉണ്ട്. മാക്സിമം ബാർഗൻ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. ഞാൻ ഇപ്പോൾ പോകുന്ന ആളെ പുള്ളിയുടെ പേര് ആരിഫ് എന്നാണ്. പുള്ളിയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹമൊക്കെ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ പുള്ളിനെ കണക്ട് ചെയ്താൽ ബെസ്റ്റ് പ്രൈസിന് ആൾ തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിലും മാക്സിമം ബാർഗൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പുള്ളി ഇപ്പോൾ നാളെ എനിക്ക് ഇന്ന് ഈവനിങ് 2-3 ലൊക്കേഷൻ പോകാനുള്ള പ്ലാൻ ഉണ്ട്. ഒന്ന് ആഗ്ര ഫോർട്ടും പിന്നെ താജ്മഹലിൻ്റെ ബാക്ക് വ്യൂ ഉണ്ട്, യമുന റിവറിൻ്റെ സൈഡ്, അവിടെ പോകാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ നാളെ മോർണിംഗ് താജ്മഹൽ പോവാം, പിന്നെ നേരെ ആഗ്ര വന്നിട്ട് നേരെ ഡൽഹി പോകാൻ എൻ്റെ പ്ലാൻ. അപ്പം മൊത്തത്തിൽ പുള്ളി പറഞ്ഞത് എനിക്കൊരു 500 രൂപയ്ക്ക് ഓട്ടം തരാമെന്ന് പറഞ്ഞത്. പക്ഷേ 500 രൂപ കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ബാർഗൈൻ ചെയ്തിട്ട് മാക്സിമം കുറപ്പിക്കാൻ നോക്കും. എനിക്കൊന്നും പ്രോപ്പറായിട്ട് ശരിക്കും എനിക്കറിയില്ല, പക്ഷേ ബാർഗൈനിങ്ങിന് അതൊന്നും തടസ്സമല്ല കേട്ടോ. ജസ്റ്റ് ഒരു 300 മീറ്റർ ഉള്ളൂ നമ്മളെ താജ്മഹലിൻ്റെ അടുത്തേക്ക്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഒരു അത്ര സെറ്റപ്പ് ഹോട്ടലൊന്നും അല്ല കേട്ടോ, നോർമൽ ഹോട്ടലാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു നെറ്റ് സ്റ്റേ ഒക്കെ ആയതുകൊണ്ട് നോർമൽ ഹോട്ടലാണ് എടുത്തത്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം എനിക്കൊരു 602 രൂപ അങ്ങനെ എന്തോ ആയിട്ട് 2 പേർക്ക് റൂമിന്. അപ്പം ഇവിടെ ചെക്കിംഗ് ബുക്കിൽ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഡീറ്റെയിൽസ്. പിന്നെ ബുക്കിംഗ് ടൈമിൽ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺമാരീഡ് കപ്പിൾ അലൗഡ് അല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാര്യമെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഹോട്ടൽസ് നോക്കണം കേട്ടോ. മാരീഡ് കപ്പിളിന് അലൗഡ്, അൺമാരീഡ് കപ്പിളിന് അലൗഡ് അല്ലാത്ത ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും ഇവിടെ എത്തി കഴിഞ്ഞാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കും. ഈവനിങ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് റൂമിൽ പോയി ഒരു 15 എടുത്ത് റെഡിയായി പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഞങ്ങളിപ്പോൾ റൂം എടുത്തത് ഇതൊക്കെ മാർക്കറ്റാണ്, താജ്മഹൽ ഏരിയയിലുള്ള മാർക്കറ്റാണിത്. ഇവിടെയാണ് റൂം എടുത്തത് നമ്മൾ. ഇത് ആഗ്രയിൽ പുതിയ മെട്രോൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പുതിയ പാലങ്ങളതൊക്കെ പതിയെ എല്ലാ ഏരിയയിലും ബിൽഡായി വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ആളുകൾക്ക് ട്രാൻസ്പോർട്ടേഷന് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇവിടെ.
ഇപ്പോൾ എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ അധികം ദൂരമൊന്നുമില്ല. താജിൻ്റെ അങ്ങോട്ടേക്കാണെങ്കിലും ആഗ്ര ഗവൺമെൻറ് ഒരു 5-6-7 കിലോമീറ്ററൊക്കെ ഉള്ളൂ. നിയർബൈ ആണല്ല, എന്നാലും മെട്രോ കൂടി വന്നാൽ കുറച്ചുകൂടി സ്മൂത്ത് ആവും കാര്യങ്ങൾ, ട്രാഫിക്കുകളൊക്കെ കുറച്ചുകൂടി കുറയുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് മെഹത്താബാദിലേക്കുള്ള റൂട്ട് കേട്ടോ. ചെറിയൊരു ഓട്ടോക്കും ഒക്കെ പോകാൻ പറ്റിയ റൂട്ട്. ബൈക്കും ഓട്ടോയും പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കാറ് പോകില്ല, 2 കാറ് വന്നാൽ ബ്ലോക്ക് ആവും. അതന്നെ ഇവന്മാര് മോനെ. ഇതാണ് യമുന റിവർ, പൊല്യൂട്ടഡ് യമുന റിവർ. ഈ മെഹത്താബാദിലോട്ട് പോകുന്ന റൂട്ടിൽ ഒരു ചെക്ക് പോസ്റ്റ് അല്ല, ഒരു എൻട്രി പോസ്റ്റ്. അവിടെ 30 റുപ്പി പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും, താജ്മഹലിന്റെ വ്യൂ കാണാൻ പറ്റും. ഇവിടുത്തെ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഇതാട്ടോ അവിടെ ഉണ്ട് കേട്ടോ. ഏകദേശം ഇന്ത്യക്കാർക്ക് 25, ഫോറിനർക്ക് 300 ഇതൊക്കെയാണ് വരുന്നത്. ചലോ. ഇവിടെ പുല്ലൊക്കെ ഫുള്ള് നടന്ന ആളുകൾ നടന്ന് എല്ലാം പോയിട്ടുണ്ടോ. പക്ഷേ ഈ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ മിനി പാർക്കും കൂടിയാണിത്. ഇത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും താജ്മഹലിൻ്റെ ബാക്ക് സൈഡ്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു. സണ്ണൊക്കെ പോയി, സ്കൈ ഒരു റെഡിലേക്ക് മാറുന്ന പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ കേട്ടോ അത്. ഇതിൻ്റെ സൈഡിലാണ് യമുന റിവർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. ഇവിടെ എൻട്രി ടിക്കറ്റ് വരുന്നത് ഏകദേശം അല്ല 25 ആണ് ഒരാൾക്ക് വരുന്നത്. ഫോറിനേഴ്സിനാണെങ്കിൽ അത് 300 വരും. നിങ്ങൾ ആഗ്ര വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആഗ്ര കാനഡയിൽ സ്റ്റോപ്പുള്ള ട്രെയിനുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മധുരയൊക്കെ ഇറങ്ങുക, അല്ലെങ്കിൽ ഡൽഹി പോയിട്ട് ലാസ്റ്റ് ആഗ്രയിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്യാം. ഇപ്പം മംഗള ലക്ഷദ്വീപൊക്കെ നമ്മുടെ ആഗ്ര ഒക്കെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മധുരയിലും നിസാമുദ്ദീനിലേക്ക് ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് വരണം. അപ്പം കൂടുതൽ ടൈം വേസ്റ്റാണ്, നമ്മുടെ എഫേർട്ട് വേസ്റ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നത് മധുര ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്കാണ്. ആക്ച്വലി നമ്മുടെ പ്ലാനിൽ ആഗ്ര ലാസ്റ്റ് സീസണായിരുന്നു. ബട്ട് ട്രക്കിങ്ങൊക്കെ പോകുന്നത് കൊണ്ട് എന്തായാലും നമ്മുടെ സ്കിന്നും ഒക്കെ കളറൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ ഒരു ഫ്രഷ്നെസ്സിൽ ആഗ്ര കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആണെങ്കിൽ വീൽ ചെയർ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇവിടെ വരുന്ന ടൈമിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ ബാഗൊക്കെ ചെക്ക് ചെയ്യും. ഇനി ബാഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലരവിടെ വാങ്ങി വെക്കും. ഡ്രോണ്, സ്മോക്കിംഗ് പറ്റില്ല, അതുപോലെ തന്നെ ഈ ബുക്ക് പെൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല എന്നാണ് ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ബാഗൊക്കെ ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. ടീച്ചർ മലയാളം വേർഡ് ഹൗ ആർ യു ഇൻ സേ സുഖമാണോ? സുഖമാണോ? സുഖമാണോ. ഇൻ ഹൗ ആർ യു? How are you? സുഖമാണോ? ഐ ആം ഫൈൻ. സുഖമാണ്. സുഖമാണേ. സുഖം ആണ്. സുഖം ആണ്. സുഖമാണോ? സുഖമാണ്. ഐ ആം ഫൈൻ. സുഖമാണ്. ഇവര് യു ഫ്രം ഇംഗ്ലണ്ട് റൈറ്റ്? Yes. ഇവര് യുവർ ഗുഡ് നെയിം? James. I am Nias. Nice to meet you. ഓക്കെ. ഇവര് ഇംഗ്ലണ്ടിൽ വന്നോട്ടോ ആഗ്രഹം കാണാൻ വേണ്ടി. നമ്മള് ഓട്ടോയിൽ കയറി അങ്ങനെ ഇവരെ കുറച്ച് മലയാളമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവരെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നേരെ ചെറിയൊരു ഗല്ലി, വെള്ളം കുടിക്കാൻ ടെക്കിട്ടൊക്കെ ഉണ്ട്, ചെറിയ ഗല്ലി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് മാർക്കറ്റൊക്കെ ക്ലോസ് അവിടെ. ഇവിടെ സൺഡേ ഓപ്പൺ ആയിരിക്കും, ഫ്രൈഡേ ആയിരിക്കും ക്ലോസ്. ചേട്ടാ ബോലിയേ ചേട്ടാ. ഞങ്ങൾ പോയപ്പോ ലോങ് തന്നെ അവർ കണ്ടിട്ട് മലയാളിയെല്ലാം വെച്ചിട്ട് പുള്ളി ചേട്ടാ ചേച്ചി എന്നൊക്കെ. എവിടെ പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഫുഡ് തന്നെ കേട്ടോ. നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാധനം എവിടെയും കിട്ടൂല. പിന്നെ നമ്മൾ മെക്ഡൊണാൾഡോ അല്ലെങ്കിൽ ബർഗറോ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, KFC ഒക്കെ കയറി കഴിക്കണം. അതൊന്നും എല്ലായിടത്തും കിട്ടിക്കോളൊന്നുമില്ല. ഇവിടെ
നമ്മളിപ്പോൾ കഴിച്ചത് കുഴപ്പമില്ലാത്ത ഒരു ഫുഡ് എന്ന് പറയാം. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇതാ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇനിയിപ്പം കറക്റ്റ് പ്ലാനൊന്നുമില്ല. ഇവിടെ സ്ട്രീറ്റ് എല്ലാം ഓഫാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ്. കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ. ഈ മോർണിംഗ് ഞങ്ങളുടെ പ്ലാന് നേരത്തെ താജ്മഹൽ കാണണം. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ 5:30 അലാറൊക്കെ വെച്ച്, ആദ്യം 5 മണിക്ക് വെച്ച്, പിന്നെ 5:30 വെച്ച് ഞങ്ങൾ. പിന്നെ ഇറങ്ങിയപ്പോൾ അത് ഏകദേശം 7 മണിയായി. റൂമിൽ നിന്ന് മാറ്റിയൊക്കെ ഇറങ്ങിയപ്പോൾ ഏകദേശം 7 മണിയായി. അപ്പം ഇവിടെ ഫുള്ളൊരു ഫോഗി മൂഡാണ്. സൺറൈസ് എന്തായാലും കിട്ടുമോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. എന്തായാലും പോയി നോക്കട്ടെ. താജ്മഹലിൻ്റെ മോർണിംഗ് വ്യൂ. ഈ താജ്മഹലൊക്കെ വരുമ്പല്ലേ നമ്മൾ മൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം കേട്ടോ. നമ്മളെ മൈക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഇവിടെ ഒരു ഷോപ്പിലാണ് കൊടുത്തത്. ലോക്കറുണ്ട്, പക്ഷേ ലോക്കർ ഇപ്പോൾ അവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഷോപ്പിലാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാതിരിക്കുക. ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. നമ്മൾ വരുമ്പോൾ തന്നെ അറിയാം ഏകദേശം 1862 ഓരോ ഇയർ വെച്ചിട്ടുള്ള ഫോട്ടോ ഇതിലുണ്ട്. 1862 തന്നെ പണിത താജ്മഹൽ. അന്നൊക്കെ ഇതുപോലുള്ള സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു അത്ഭുതം തന്നെ അല്ലേ. ഓരോ ഇയറിലേക്ക് വരുമ്പോൾ ഉള്ളതുണ്ട്. 1957 ഈ കളർ ഫോട്ടോ വരുന്നത്. 2015, 2018 ഇതാ കാണുന്നു നമ്മൾ. താജ്മഹൽ കണ്ടോ? അങ്ങ് ദൂരെ ക്ലിയറായി താജ്മഹൽ. ഇതാ ഇപ്പോൾ ഒരു 100 മീറ്റർ ഉണ്ടാവില്ല, 80 മീറ്റർ ഗ്യാപ്പിലേക്ക് താജ്മഹൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്നോട് ഒന്നെങ്കിൽ പൊല്യൂഷൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഫോഗ്. പക്ഷേ ഫോഗൊക്കെ വന്നു കഴിഞ്ഞാലും കുറച്ചൊക്കെ ഒന്നും മാറാൻ ചാൻസ് ഇല്ലേ. പൊല്യൂഷനും ഇതിൽ ഒരു പങ്കാളിയാണ്. ഞങ്ങൾ ഫ്രണ്ടിൽ വന്നപ്പം ആളുകൾ പറഞ്ഞത്, ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞത് 20 ഉറുപ്പ്യ തന്നാൽ ആദ്യം തരാമെന്ന് പറഞ്ഞു. പിന്നെ 10 രൂപയായി. ഉള്ളിൽ 30 ഉറുപ്പ്യ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ റോങ് ഇൻഫോർമേഷൻ ആയിരുന്നു എന്ന് തോന്നി നമുക്ക്. അപ്പോൾ ഇവിടെ ഫ്രീ ആണ്. നിങ്ങൾ വരുന്ന ടൈമിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് നിങ്ങൾ ജസ്റ്റ് എൻട്രി ടിക്കറ്റ് മാത്രമാണ് എടുത്തെങ്കിൽ മ്യൂസിയത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇവരെ ഷൂവിൻ്റെ കവറൊക്കെ കൊടുത്തിരുന്ന സ്ഥലം കേട്ടോ. മ്യൂസിയം കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഷൂ കവർ ഇടണം, മസ്റ്റാണ്. ചെരുപ്പിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി നിങ്ങളടുത്ത് കവർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ ഉള്ളിലെത്തിയിട്ട് വാങ്ങിച്ചാൽ മതി. പുറത്തുനിന്ന് വാങ്ങിക്കണ്ട. പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ഇവിടെ ഫ്രീ ആണ്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് നടന്നു കേട്ടോ. ഇവിടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പം പുറത്തുനിന്നുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമാണിത്. ഇവിടുത്തെ ചുമരുകളുടെ എല്ലാം അറബിയിലും പിന്നെ പല പല രീതിയിൽ അവർ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് പണ്ടത്തെ ആളുകളുടെ അവരെ കഴിവുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. പണ്ടത്തെ ഇന്ത്യൻ ആർക്കിടെക്ചർ അത്രയും അടിപൊളിയാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഡിസൈൻസ് ആണെങ്കിലും കൊത്തുപണികളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇന്ത്യയിലെ പഴയ ആർക്കിടെക്ചർ ശില്പികൾ എന്നൊക്കെ പറയില്ല നമ്മൾ. അവരെ ഇത് കാണാൻ ഒരുപാട് ഇതുപോലെയുള്ള ഒന്ന് താജ്മഹൽ, ഇപ്പോൾ ഡൽഹിയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പല മേഖലയിലും ഒരുപാട് ഇതുപോലുള്ള കൊത്തുപണികളും പല പല ഡിസൈനുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. താജ്മഹൽ വിൻ്റർ ദൗത്യം അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ദൗത്യം കേട്ടോ. കാര്യമായിട്ട് ഇത് ബാക്കിൽ താജ്മഹൽ ഉണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ. ഫുൾ ഫോഗിയാണ്. ഇതുവരെ മാറില്ല. ഏകദേശം 10 മണിയായി. ഞങ്ങളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു 9 മണിക്കെങ്കിലും മാറും, ഒരു സൂര്യൻ വരും എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ വന്നില്ല. അപ്പം വിൻ്ററിൽ വരുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് താജ്മഹൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർനൂണാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ താജ്മഹൽ വരാതിരിക്കാം. അല്ലെങ്കിൽ വിൻ്റർ കഴിയുന്ന ടൈമിൽ സമ്മറിലേക്ക് വരാം. ക്ലിയർ ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ. അപ്പം വരാം. ഞാൻ ആദ്യമായിട്ടാണ് വിൻ്ററിൽ വരുന്നത്. മോർണിംഗിലൊരു വൈബ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു വിൻ്ററിൽ വന്നിട്ടുണ്ടായിരുന്നത്. മുമ്പൊക്കെ വന്നതൊക്കെ സമ്മർ ടൈമിലും വിൻ്റർ അല്ലാത്ത ടൈമിലൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് നല്ല ക്ലിയർ വെതറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ടൈമിൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, പക്ഷെ ഇതാണ് പ്രശ്നം, ഫുൾ ഫോഗി ആയിരിക്കും.
നമ്മൾ എൻട്രി ചെയ്യുന്ന ഏരിയ ഏതാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ വരുന്ന ഏരിയ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്തിട്ട് അതിൽ തന്നെ എൻട്രി ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അതായത് ഈസ്റ്റ് വെസ്റ്റ് ഏരിയ ഗേറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ലോക്കറിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ട് വേണം. ഞങ്ങൾക്കും ഇറങ്ങിയ ടൈമിൽ കൺഫ്യൂസ്ഡായി. ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞാൽ എക്സിറ്റിലോട്ടുള്ള റൂട്ടൊക്കെ സെയിം തന്നെ വരുന്നത്. അപ്പം നോട്ട് ചെയ്തില്ലെങ്കിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്തിന്. ഇപ്പം ഈ ഈ സംഭവം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയത്. നമ്മൾ പോയ വണ്ടി കേട്ടോ, അത് ആരിഫ് ഭായ് ആണ് നമ്മളെ പിക്ക് ചെയ്തതും ഡ്രോപ്പ് ചെയ്തതും കുറച്ച് സ്ഥലങ്ങളൊക്കെ സൈസിങ്ങിനെ കൊണ്ടുവരുന്നു. ആള് കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് തന്നത്. ഇപ്പം ഏകദേശം ടോട്ടൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും സൈസിങ്ങൊക്കെ 400 രൂപയാണ് ആൾ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ആളെ നമ്പർ ഞാൻ അതിൽ കൊടുക്കാം. അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്യാം. ആരിഫ് ഭായ് കൈസേ ഭായ് ठीक है ബൈ ആരിഫ് ഭായ്. അങ്ങനെ ആരിഫ് ഭായിയോട് ബൈ പറഞ്ഞ് ഞങ്ങളിതാ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഡൽഹിയിലോട്ടാണ്. ഡൽഹിയിൽ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഉത്തരാഖണ്ഡ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായ ഒന്നാണ് ഈ ക്ലോക്ക് റൂം കേട്ടോ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ മോർണിംഗ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ രാത്രി ഒക്കെ ആണ് ട്രെയിൻ എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോക്ക് റൂമിൽ നേരെ ലഗേജ് വെച്ചിട്ട് പോവാം. അവിടുന്ന് നമുക്ക് റെസിപ്റ്റ് വരും. ഡിപ്പെൻസ് ഓൺ ലഗേജിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇവിടെ എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് 30 റുപ്പീസ് ആണ് ചെറുതിന്. പക്ഷേ എനിക്ക് വന്നിട്ടുള്ള 60. എൻ്റെ 2 വലിയ ബാഗ്സ് ആയിരുന്നു. അപ്പോൾ ഒരു ബാഗിന് 60ഉം ടോട്ടൽ 120 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പം ട്രാവൽ ചെയ്യുന്ന ടൈമിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ക്ലോക്ക് റൂംസ്. ഫേമസ് ഹോട്ടലാട്ടോ, അൽ ഹുസൈൻ ഹോട്ടൽ. പക്ഷേ ചിക്കനും ഇതൊക്കെ ഉണ്ടോ ഇവിടെ റോഡ് സൈഡിലാണ് വെച്ച് വെക്കുന്നത്. നമ്മളൊക്കെ ഡൽഹി വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫുഡൊന്നും തയ്ക്കൂല കേട്ടോ. ഫുഡുകളൊന്നും ഹൈജീനിക് ആയിരിക്കില്ല. ഇതാണ് അവസ്ഥ. എല്ലാം ചെറിയ ഏരിയ സ്ട്രീറ്റുകളിലായിരിക്കും ഫുഡ് ഉണ്ടാവുക. വലിയ മെച്ചമൊന്നുമില്ല. പക്ഷേ വിശപ്പ് മാറണമെങ്കിൽ നമുക്ക് എല്ലാം കഴിക്കേണ്ടി വരും. അതാണ് വിഷയം. ഇവിടെ എത്തിയപ്പം ചിക്കൻ തീർന്നു, ബീഫ് മാത്രമേ ഉള്ളൂ പറഞ്ഞു. ബീഫ് ബഫല്ലെന്ന് പറഞ്ഞു. ഇനി ഇപ്പം എന്താണെന്നറിയില്ല. ഇതിൻ്റെ പേരെന്താ? സാദ് ബിരിയാണി. ലോക്കൽ സെറ്റപ്പാണ്. അതെവിടെ കിട്ടുള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലല്ലേ. വിശപ്പ് സഹിക്കാൻ കഴിയണ്ടേ. ബീഫ് കഴിക്കാൻ ഉദ്ദേശിക്കില്ല. വെറുതെ പണി കിട്ടണമെന്നുള്ള വിചാരിക്കുന്നത്. റൈസ് മാത്രം തിന്നോക്കട്ടെ. കുഴപ്പമില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ. നിസാമുദ്ദീൻ ദർഗയിലെ സ്ട്രീറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കാണാൻ പോയത് ഹുമയൂൺ ടോംബാണ്. ഹുമയൂൺ ടോംബ് കാണാൻ പോകുന്ന ടൈം ഏകദേശം 5 മണി ആ ടൈമിലോട്ടാണ് നമ്മൾ പോകുന്നത്. 6 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും, എല്ലാവരെയും ഇറക്കി വിടും. ബട്ട് എന്തായാലും 1 മണിക്കൂർ കാണാമെന്ന് കരുതി ഞങ്ങൾ ഹുമയൂൺ ടോം കാണാൻ കയറി. അങ്ങനെ ഓടിപ്പഞ്ഞ് ഹുമയൂൺ ടോംബും എത്തിട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ടൈം ലേറ്റാണ്. 5 മണിയായപ്പോൾ എത്തിയത്. ക്ലോസിങ് വിസിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു വിടാണ്. ശരിക്കും ഈ ടൈമിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ലൊക്കേഷൻ ഉണ്ടാകുമ്പോൾ ചില വെതർ ഓക്കെയാണ്. പിന്നുള്ളത് ഈ ക്രൗഡാണ്. ക്രൗഡ് എന്തായാലും ഉണ്ടാവും. എല്ലാ ടൈമിലും ക്രൗഡ് ഉണ്ടാവുന്ന സൈസിങ് ആണ്. ഹുമയൂൺ ടോംബ് 5 മണിക്ക് വന്ന് ശരിക്കൊരു 2-2.5 മണിക്കൂറൊക്കെ വേണം ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യണ്ടോ ഇവിടുത്തെ ഓരോ ലൊക്കേഷൻസും. ഒരു 3 മണിക്കൂറിൻ്റെ അടിപൊളി. അത്യാവശ്യം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അടിപൊളി. ഞങ്ങൾ കുറച്ച് ഡിലേ ആണ്. പക്ഷേ ഞാനിത് 3rd ടൈമാണ് ഇവിടെ വരുന്നത്. ബട്ട് വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ഒരു വ്ളോഗൊക്കെ ചെയ്യാൻ ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കണം. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് എൻട്രി കാര്യങ്ങളൊക്കെ മാക്സിമം ഇതിൽ ഡീറ്റെയിൽസ് ഞാൻ ഉൾപ്പെടുത്താം. ഹുമയൂൺ ടോംബ് വരുന്നത് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് 2 കിലോമീറ്റർ റെയിൽവേ എന്നുള്ളൂ. 40 രൂപയാണ് എൻട്രി വരുന്നത് നമ്മുടെ ഇന്ത്യൻസിന്. ഫോറിനേഴ്സിനാണെങ്കിൽ 600 രൂപയാണ് വരുന്നത്. നമുക്ക് ഹുമയൂൺ ടോംബ് കഴിഞ്ഞിട്ട് ഈവനിങ് ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗയിൽ പോകുന്നവർക്ക് അങ്ങനെ പോകാം. വ്യാഴാഴ്ചയൊക്കെയാണ് അവിടെ ദർഗയിൽ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കാറ്. അപ്പം ഇനി ഞങ്ങളുടെ പ്ലാന് നേരെ ജമാ മസ്ജിദ് പോകണം.
അവിടുന്ന് ഫുഡ് കഴിക്കണം, പർച്ചേസ് ചെയ്യണം, നേരെ നിസാമുദ്ദീനിൽ വരണം, ഉത്തരാഖണ്ഡ് ഋഷികേശ് പോകണം. ഇതാണ് നമ്മുടെ പ്ലാന്. ആണ് കബൂത്തർ മാർക്കറ്റ് കേട്ടോ. ഇവിടെ വിൻ്ററിന് ആവശ്യമായിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടും, ഇഷ്ടം പോലെ സാധനങ്ങൾ. ഇതിൽ പുതിയ സാധനങ്ങളുണ്ട്, ആളുകൾ യൂസ് ചെയ്ത് വാഷ് ചെയ്ത സാധനങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓഫ് ജാക്കറ്റ്സ്, പല പല സാധനങ്ങളുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഫുള്ള് വിൻ്റർ ഐറ്റംസ് ആണ്. നമുക്ക് ജാക്കറ്റ്സ് ഉണ്ട്, പാൻറ്റുകളുണ്ട്, എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ജീനുകളുണ്ട്. ഞങ്ങൾ തെർമൽ ഷോക്സ് ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പം ഇവിടെ തെർമൽ ഷോക്സ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അത് മീന ബസാറിൽ കിട്ടും എന്നൊക്കെ പറയുന്നവർ. നോക്കട്ടെ എന്തായാലും. വിൻ്ററിലേക്കുള്ള കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ, അതായത് ഗ്ലൗവ്, അതുപോലെ തന്നെ 2 ഷോക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. രാത്രി ഏകദേശം നമ്മുടെ ട്രെയിന് 9:30 ട്രെയിന്. 9:30 ആയപ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഇനി നേരെ ഡെറാഡൂണിലേക്ക് നമ്മൾ പോകും. ഡെറാഡൂണിന് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം വീണ്ടും സന്ധിക്കും വരക്കും വണക്കം.